الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. 342 ഇത് മുകളിൽ വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ മതി. ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق غافلين. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. അപ്പം വെള്ളം ഇറക്കിയത് നമ്മൾ നിന്നാണ് ഇറക്കി, സമാഹിൽ നിന്ന്. എന്നിട്ടോ ഭൂമിയിൽ അതിനെന്താക്കും, തടുത്ത് നിർത്തിയിട്ട് കുളത്തിലും പുഴയിലും തടാകങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാകും. ഇതെന്താ പറഞ്ഞത്, അതിന് വേണ്ടാന്ന് നോക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. കുളത്തിലും വെള്ളം വേണ്ട, കിണറ്റിലും വേണ്ട, തടാകങ്ങളിലും വേണ്ട, പുഴയിലും വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിൽ വരുന്ന എന്തോ പറഞ്ഞു അല്ലേ. ഇത് അതിനപ്പുറം فأنشأنا لكم به جنات من نخيل وعناب لكم فيها فأنشأنا لكم به جنات من نخيل وعناب لكم فيها فواكه كثيرة ومنها تأكلون. അപ്പോൾ ലക്കുൻ്റെ കാര്യത്തൊക്കെ എങ്ങോട്ടാണ്? ലക്കും രണ്ടാമത്തെ ലക്കുവാണ് വെച്ചു. ആ എന്നാ പറയും, അനാബിൽ ലക്കും. وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون. അൻആമിൽ ഇബ്രത്തുണ്ടെന്ന് പറഞ്ഞു. ഇതെന്താ പറഞ്ഞാൽ നുസ്ഖൈക്കും എന്ന സ്ഥലത്ത് എത്ര ഘടകമുണ്ടെന്ന് ആലോചിക്കട്ടെ. പറയാൻ 5 ഘടകം ഉണ്ടാകും. ആയിട്ടില്ല, നമുക്ക് അടുത്തേക്കെത്താം. പാലുണ്ട്, പശുവുണ്ട്, 2 കുടിക്കുന്ന ആളുണ്ട്, 3. കുടിപ്പിക്കലെന്ന ആ പണിയുണ്ട്, 4. കുടിക്കൽ എന്നുണ്ടല്ലോ. അതേപോലെ പാല്, പിന്നെ പശു കലക്കുന്നതാണെങ്കിൽ പശു, പാല്, കുടിക്കുന്ന ആൾ 4. കുടിപ്പിക്കുന്നവർ ഒരു നെഹ്റുവാന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ റെഡി, 4 ഇവിടെ റെഡിയുണ്ട്. അപ്പം 5 കാര്യം അടങ്ങിയതിൽ 4 കിട്ടിക്കഴിഞ്ഞാൽ 5ാമത്തെ കിട്ടാൻ വലിയ പണിയില്ലല്ലോ. മാത്തമാറ്റിക്കൽ ഫോമിലെടുത്ത് നോക്കിയാൽ
എൻ്റെ അടുത്തിൽ 30 ഉറുപ്പ്യുണ്ട്, 6 ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 5 ഉറുപ്പ്യ കണ്ടെത്താൻ അവിടെ രണ്ട് തറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 3-ാമത്തെ കിട്ടാൻ എളുപ്പമുണ്ട്. ചിലതിൽ 4 എണ്ണം കിട്ടേണ്ടതിന് 3 എണ്ണം കിട്ടിയാൽ 4-ാമത്തെ കിട്ടും. ഇവിടെ 4 എണ്ണം പറഞ്ഞിട്ടാണ് 5-ാമത്തെ കണ്ടുപിടിക്കാൻ പറയുന്നത്. ആ കൊടുപ്പിക്കാൻ നെഹ്നുവിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ പാല് മാത്രമല്ല, എന്നെ പറയുന്നുണ്ട് വലക്കും ഫിഹ മനാഫിഉ കസീറ എന്നാണ്. തേരുണ്ട്, മോരുണ്ട്, വെണ്ണയുണ്ട്, നെയ്യുണ്ട്, ക്ഷീരോൽപ്പന്നങ്ങൾ എന്നാണ്. പിന്നെയോ ഇറച്ചി വേറെ ഒന്ന് പിന്നെ തേക്കുലു വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ. ഇനി അതൊരു പാരഗ്രാഫ് കഴിഞ്ഞു. അതിന് മുർസലീങ്ങളുടെ വിഷയം പറയാൻ പോകുന്നു. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. അമ്പിയാക്കളെ തരം താഴ്ത്തി പറയുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയ പദ്ധതിയല്ല. എവിടെ തുടങ്ങി? നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലം, അല്ലെ പഴയ കാലം. അപ്പോൾ പണ്ടും പണ്ടേ ഉണ്ട് അല്ലേ? എന്നാൽ പിന്നെ 5-ാമത്തെ ഹജ്ജത്തായല്ല. അപ്പം ഇപ്പോൾ പറയണമെന്നൊരു പണ്ടും പണ്ടേ ഉണ്ടല്ലേ? ചോറ് പറഞ്ഞെങ്കിൽ മുസ്ലിയാർ പറഞ്ഞല്ലേ, നിങ്ങളെ കൈമന്ന് ചോറ് ഭക്ഷണ വസ്തു താലേക്ക് വീണാൽ എന്താക്കണം? ഉടനെ എടുക്കുകയും അതിൽ മാലിന്യങ്ങളുടെയും കളഞ്ഞിട്ട് ഭക്ഷിക്കുകയും വേണം. ഫൈനക്കും ലാ തദൂറൂനഫി അയ്യത്തിഹൽ ബറക്ക, എന്തിലാണ് ബറക്കത്തടങ്ങിയത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം വീട് പണ്ടേ ഉണ്ട് എന്നൊന്ന് അതാപ്പം അതിന് ഓർക്ക് കിട്ടിയതില്ല. ഇസ്തിൻബാത്ത് കിട്ടിയപ്പോൾ അതാ കിട്ടിയത്, അയ്പടിയില്ല. അപ്പം പശുവിനൊക്കെ അറിഞ്ഞപ്പോൾ ചോരയെ കിട്ടിയത്, പാല് കിട്ടിയിട്ടില്ല. കൊതുകിൻ്റെ മുടല് ക്ഷീണമുള്ളവർ അകടിഞ്ചു വീട്ടിലും ചോരം തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറയുന്നത്. മലപ്പാലം പാൽ കുടിച്ചൊക്കെ നയിച്ചിട്ട് ചോരയിൽ കുടിക്കുള്ളൂ. അപ്പം വേറെന്നൊക്കെ കിട്ടിയത് പോലെ അപ്പം പണ്ടേ വേറെല്ലുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതാണ് നമ്മൾ എല്ലാവരെയും നമ്പാൻ പറ്റൂല എന്ന് പറഞ്ഞത്. എന്താ അംബിയ മുർസലിങ്ങൾ പറഞ്ഞില്ലേ? നൂഹ് അലൈഹിസ്സലാമിനെ അവരുടെ കൗമിലേക്ക് അയച്ചു. അവരുടെ ദൗത്യം എന്തെന്ന്? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹുവിനെ ആരാധിക്കണം, മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല, നിങ്ങൾക്കില്ലായിരിക്കില്ല. അപ്പോൾ അവരോട് ഹിതാബിടുമ്പോൾ നിങ്ങൾക്കില്ല എന്നല്ലേ അവരോട്, എന്നല്ലാണ്ട് വേറെ ആർക്കുണ്ടെന്ന് അർത്ഥമില്ലല്ലേ? ഇനി മഫ്ഹൂമില്ല. എന്താ അള്ളാഹു തആലാക്ക് തഖ്വ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അതാ അമ്പിയാക്കളെ തരണ്ടാക്കുന്ന അത് തന്നെ ഇപ്പം നടക്കുന്ന ഒരു പ്രത്യേകതയില്ല എന്ന് പറഞ്ഞിട്ടല്ല. ആദ്യം അതോടച്ച് വെച്ചാൽ എന്തായി? പിന്നെ എല്ലാം മെയിൻ സ്വിച്ച് ഓഫ് ആയല്ലോ. അമ്പിയാക്കളിൽ കൂടിയല്ലേ ഒട്ടാകെ വന്നത്. അതാദ്യം എന്താക്കി മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാൽ പിന്നെ ഒരൊറ്റ ലൈറ്റും കത്തൂലല്ല. അതായിപ്പം കണ്ടെത്തിയത്. ഇന്നത്തെ ചാരന്മാരോ അങ്ങനെ തന്നെയാണ്. ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, എന്താ പറഞ്ഞത്?
മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. അതാണ് ബഷറും മിസ്ലുക്കും എന്താക്കി ഹസറാക്കി. ബഷറും മിസ്ലുക്കും അല്ലാത്തൊന്നുമില്ല എന്നല്ല പറഞ്ഞു. അപ്പം യുരീദു യതഫല്ലല അലൈക്കും. അപ്പം യുരീദു എന്നുള്ളത് ബഷറും മിസ്ലുക്കിൻ്റെ ജുംല സിഫത്തല്ലേ വരിക. നിങ്ങളുടെ പേരിൽ എന്തൊക്കെയോ പ്രസാരം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്ന ഒരാളാണ്. നിങ്ങൾക്ക് നന്നാക്കണമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നേന്നു. ഇനി 2, വലൗ ശാ അല്ലാഹു ലഅൻസല മലായിക. അല്ലാഹു തആല വേണ്ട വെച്ചാൽ മലായികത്തിന് ഇറക്കലുണ്ട്. എന്താ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അയക്കുന്നു. 2, മാ സമിഅനാ ബിഹാദാ ഫി അബാഇനൽ അവ്വലീൻ. ഇത് പൂർവ്വ പിതാക്കന്മാരിലൊന്നും എന്നും കേട്ടിട്ടില്ല, പണ്ടും പണ്ടേ ഇല്ല. പിന്നെ ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന. ഒരു ഭ്രാന്തുള്ള മനുഷ്യനായിട്ടല്ലാതെ നമ്മൾ കാണുന്നില്ല. ഫതറബ്ബസൂ ബിഹി. കുറച്ച് കാത്തു നിൽക്കുക, ഇവരുടെ അവസ്ഥ എന്താകുന്നതെന്ന് നമുക്കൊന്ന് കാത്തു നിൽക്കുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ വാദം എപ്പോണ്ട് നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൗമിനുണ്ട്. ഏത് കൗമിന്? ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി. എല്ലാവർക്കും അല്ലല്ല, കഫറൂ മിൻ ഖൗമിഹി എന്നല്ലേ പറഞ്ഞു. അയക്കപ്പെട്ട എല്ലാ കൗമിനും വാദമില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ പുത്തനാശയക്കാർ പൊക്കി പിടിക്കുന്നതും തന്നെ. അമ്പിയാക്കൾക്കും ഖുസൂസിയത്തില്ല, ഔലിയാക്കൾക്ക് പിന്നെ ഒട്ടും ഉണ്ടാവില്ലല്ല. ആ ബഷറും മിസ്ലുക്കും. എന്താ ബഷറും മിസ്ലുക്കും? 5 പേരിൽ നബിക്ക് എത്ര പേരുള്ള കണക്കല്ലേ? 6 ഉണ്ടാ? എത്ര കണ്ടാ നമുക്ക്? അമ്പിയാക്കൾക്ക് 2, മൂക്കിന് തൊളാത്തില്ലാന്ന് 2, പിന്നെ 32 പല്ലും റെഡി. പൊറോട്ടയും നെയ്ച്ചോറെല്ലാം വയ്ക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അങ്ങാടി പോയിട്ട് സാധനമെല്ലാം വാങ്ങിക്കൊണ്ടാണ്ട് കത്തിരിക്കുകയും വെള്ളരിക്കുകയും എന്താണ് ഭക്ഷ്യവസ്തുക്കളൊക്കെ വാങ്ങിയിട്ട് പുരയിലേക്ക് പോകുന്ന കാണുന്നുണ്ട്. എംസൂനെ പേരിൽ അസുവാക്ക്. എന്താ വ്യത്യാസം? എല്ലാം ഉണ്ട്. അപ്പം മിസ്ലിയത്തിന് ഇത്ര അധികം പോരെ? ഇതൊരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 10,000 ശേഷൻ്റെ പറഞ്ഞ് ദേഹത്തിന് ഇങ്ങനെ മുറിച്ചാൽ നമ്മളെ മുറിച്ചാലും ചോര കിട്ടും, നബിനെ മുറിച്ചാലും ചോര സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മൂപ്പറോട് പറഞ്ഞ് എനിക്ക് കുറച്ച് ഇവനോട് കയർത്തിട്ട് വർത്തമാനം പറയുന്നുണ്ട്. ഉസ്താദ് ഒന്നും വിചാരിക്കില്ലേ, ആദ്യം തന്നെ മുൻകൂർ ഞാൻ വിട്ടുക്കണം. ഉറവ് ഇന്നെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞ് നമ്മൾ നബി തങ്ങളെ മുറിച്ചാൽ ശരീരത്തെ മുറിച്ചാൽ പാലാ കിട്ടുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് ആരെങ്കിലും പാലാ കിട്ടലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലല്ലേ ചോരയാ കിട്ടലെന്നൊരു വാദം കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ചോരക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നിന്റെ ചോര നജസാണ്, മുത്തുനബിയുടെ ചോര നജസല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിസർജ്യ വസ്തുക്കളും നജസല്ല. ഇതൊക്കെയാണ് ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇത് പുതിയ അറിവെടുത്തപ്പം കിട്ടുക. പരക്കുന്ന കിട്ടേണ്ടത് എല്ലാ പള്ളിക്കൂടത്തിൽ പോയിട്ടാണ് കിട്ടേണ്ടത്. എന്താ ഇവിടെ കിട്ടുന്നു? ശവാലം മുങ്ങിയാൽ തട്ടിക്കൊട്ട് കൊട്ടൻ കഴിഞ്ഞില്ലേ? അപ്പോൾ റബീൽ ലളിതാസ കോച്ചിങ്ങിന് വേണ്ടി 6 മാസം ഉപയോഗം. പിന്നെ പഠിപ്പിക്കാനോ സമയം ഇപ്പോൾ കിട്ടിയത്തിന് 40 മിനിറ്റ് അല്ലേ? അപ്പോഴേക്ക് ബസ് വന്ന് ടൗൺ അടിക്കുന്നുണ്ടാവുമല്ലോ. അവിടെ വേഗത്തിൽ കഴിഞ്ഞാൽ പിന്നെ ആൾ കയറി കയറി. ബസ് ടൗൺ അടിക്കുന്നുണ്ടാവും വന്നിട്ട്. എന്നിട്ടെന്താ കാണാൻ പരക്ക് പോയിട്ട് യൂണിഫോം ഇട്ടിട്ട് ബസ്സിൽ കയറണം. അപ്പോൾ ഇവിടുന്ന് പരക്കേക്ക് എത്താനുള്ള ടൈമും കൂടി അടിച്ചു വിടണം. അപ്പോൾ പഠിപ്പിക്കാൻ സമയം ഇവിടെ. അപ്പോൾ അക്കീതെല്ലാം തലക്കുന്നേ പൊളിച്ചു കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അമ്പിയാക്കൾ അംഗീകരിക്കലാണ് ആദ്യത്തെ തുടക്കമുണ്ടായത്. കാരണം കൺമുമ്പിൽ ഹുജ്ജത്തായിട്ട് ആരേ ഉള്ളൂ? അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാം. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ആരുള്ളത്? ഔലിയാക്കൾ, ഉലമാഉർ റബ്ബാനിയീൻ, അതുപോലെ തന്നെ ഉലമാഉൽ ആമിലൂൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മേലെ തന്നെ തള്ളി പറഞ്ഞാൽ പിന്നെ താഴെ തള്ളി പറയൂല എന്ന് വിചാരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. എന്താ
ചരിത്രമായി കളത്തറിയാം. എന്താണ് ബാക്കിയെല്ലാം ഞാൻ ഒരു പ്രവാചകനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. എങ്ങനെ നബി പറഞ്ഞല്ലോ നബിമാർ നൂഹ് അലൈഹി സ്വലാമിൻ്റെ മുമ്പുണ്ടായിന്. പക്ഷേ പുതിയൊരു ഇത് പക്ഷെ ഒരു പുതിയ ശരീരത്ത് തുടങ്ങുന്ന അവിടെ നിന്നല്ലേ. അതിന് മുമ്പ് എന്തേ കൊണ്ടു? ആദം അലൈഹി സ്വലാമിൻ്റെ ആ ഉപ്പയും മക്കളൊരു കുടുംബം ഭരിക്കേ കൊണ്ടു. കുടുംബത്തിൽ വലിയ വ്യതിയാനങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ആദം അലൈഹി സ്വലാം 1000 മക്കൾ നടക്കുന്ന ഒരു കുടുംബം. 1000 മക്കളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അവൻ വലിയൊരു ഉപ്പാപ്പ. അപ്പം ഒരു പുതിയ അതല്ല നമ്മൾ വെച്ചേ ഇന്നല്ലാഹു ഇസ്തഫ ആദമ വനൂഹൻ എന്ന് വന്നിരിക്കലേ ശറായികളെ കൊണ്ട് അല്ലാഹു തആല ഇസ്തിഫാ ചെയ്തെന്ന് നമ്മൾ എവിടെ ഉദ്യനെ തൻവീറുൽ അദ്ഹാനിൽ ആദം അലൈഹി സ്വലാമിനെ അല്ലാഹു തആല മണ്ണ് കൊണ്ട് പിടിച്ചിട്ട് എന്നിട്ട് അവൻ്റെ അസ്റാറടങ്ങിയ റൂഹിന് ഇട്ടുകൊടുത്ത് ഇസ്തിഫാ 2, പിന്നെ മൂന്നാമത്തത് അല്ലമ ആദമൽ അസ്മാ 3, എന്നിട്ട് മലായിക്കത്തിൻ്റെ മുമ്പിൽ അവർ പതിൽ വെളിപ്പെടുത്തി 4, എന്നിട്ട് ആദം അലൈഹി സ്വലാം മികച്ചു. ഇനി എന്താകണം? സുജൂദ് ചെയ്യണമെന്ന് 4 നിപ്പണ്യ ഉസ്കുൻ അന്ത വസൗലുക്കൽ ജന്ന, സ്വർഗ്ഗത്തിൽ താമസിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇസ്തിഫായിൻ്റെ പല വകുപ്പടം പറഞ്ഞു. ഇപ്പോൾ നൂഹൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് ഇസ്തിഫായിൻ്റെ വചുക്കുന്നത്? എന്താണ്? അതുവരെ ഒരു സുഭദ്രമായ ശരീരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഉപ്പി മക്കളേ ഉള്ളൂ. സിവിലോ ക്രിമിനലോ കേസൊന്നും ആവശ്യം വരുന്നില്ല. ഉപ്പ മക്കൾ ഉപദേശം ചെയ്ത് തീർന്നു. അതുണ്ടല്ലോ. അപ്പോഴേ തൗഹീദിൻ്റെ അവിടെ തൗഹീദിന് മാറ്റേ ഇല്ലല്ല. അള്ളാഹു ഇലാഹാണെന്നുള്ളതിനെ ഇലാഹ് അവനേ ഉള്ളൂ എന്നതിന് എവിടെ ഒരു സ്ഥലത്തും ഒരു ശരീരത്തിലും മാറ്റമില്ലല്ലോ. പ്രത്യേക ഷറായികളായിരിക്കണം ബിഹാദാൻ്റെ ലമീർ ഇഷാറത്ത്. അതെ, പുതിയ തലമുറയാണ്. അപ്പോൾ ആബായിനെ കിട്ടാനുള്ളൊരു സാഹചര്യം അതും ഇല്ലാണ്ടായി. ഇവിടുന്ന് മുളക്കല്ല ചെയ്യുന്നത്. പക്ഷെ മനുഷ്യക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടില്ല ഇപ്പോൾ. ഭരണത്തിലല്ലേ. കാരണം ഫൗഹൈന മുതലല്ലേ കപ്പലുണ്ടാക്കാൻ തുടങ്ങുന്നത്. അവൻ 10 നശിച്ചു എന്ന് പറയേണ്ട സാഹചര്യം എത്തിയിട്ടില്ല. അപ്പം ബിഹാദാണ് ഇഷാറത്തെ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് ചർച്ച വരിക. നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്ത പല ചർച്ചകളും വരും. നോക്കാം. قال رب انصرني بما كذبون. ഇനി فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق അവനൊക്കെ ഇപ്പം മടിക്കുന്ന എന്താ കാര്യം? രാവിലൊക്കെ തന്നെ മപ്പൂല എവിടെ ജാബിറ? അഹലക്കാക്കി ഹലാക്കാക്കി അർത്ഥം വെച്ചാലേ അതെ. എൻ്റെ അഹലക്കാക്ക് മപ്പൂലാണെന്നില്ല പോലും. അഹല് എന്നുള്ളത് ഇസ്മാണ്. ആരെല്ലാം കയറ്റണമെന്നാ ഫസ്ലുക്ക് ഫീഹ മിൻകുല്ലി സൗജൈൻ ഇസ്നൈനിയാണ് ഒരു വിഭാഗം. നിങ്ങൾ അഹലുകാരെയും കയറ്റുകയാണ്. പക്ഷെ അഹലിൽ നിന്ന് ഒഴിവുണ്ട് ഇല്ല മൻസബക്ക അലൈഹിൽ ഖൗലു മിൻഹും. ഇവിടെ അഹലക്കാന്ന് ഹലാക്കാക്കി എന്ന് പറഞ്ഞാൽ ആരെ ഹലാക്കാക്കി എന്ന് മഫ്ഊൽ വരുത്തിയാൽ ഇപ്പം മുസാ തേച്ചോ നോക്കിയാലും കിട്ടൂല. ولا تخاطبني في الذين ظلموا إنهم ببعثة البشر أي ببعثة البشر في هواين الأولين.
എവിടെയുണ്ട്? അതേതാ തഫ്സീർ? ആ നോക്കട്ടെ. ولو شاء الله لأنزل ملائكة أي لو أراد أن يبعث نبيا لبعث ملكا من عنده ولم يكن بشرا ما سمعنا بهذا أي ببعثة البشر في آبائنا الأولين يعنون بهذا أسلافهم وأجدادهم والأمم الماضية. അതായത് ആബ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിലെ സാധാരണ നബീനെ കൊടുക്കിയേ മനുഷ്യനെ റസൂലാക്കി നിയമിക്കുക എന്നത് ബഷറല്ലേ, നൂഹ് അലൈഹി ഇസ്ലാമാണ്. അത് തെളിവ് പിടിക്കുന്ന എന്തിനോടാണ്? വലൗ ഷാ അല്ലാഹു ലഅൻസല മലായിക. ഷാന്റെ മഫൂൽ എന്താണ്? ഇവിടത്തേക്ക് റസൂൽ അയക്കാൻ ഉദ്ദേശിച്ചാലെന്നല്ലേ. ഷാക്ക് ഒരു മഫൂലുണ്ട്. ഇപ്പോൾ ഇവിടെ ജനങ്ങളെ ഹിദായത്തിലാക്കാൻ ഒരു റസൂലെ നിയമിക്കാൻ വേണ്ടി അന്ന് വേണ്ടി വെച്ചെങ്കിൽ ലഅൻസല മലായിക, മലായിക്കത്തിന് ഇറക്കുമായിരുന്നു. അപ്പോൾ മലായിക്കത്തിന് ഇറക്കിയിട്ടില്ല. അപ്പം ബഷറയുടെ വന്നത്, ബഷർ വന്ന ചരിത്രം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, ബഷർ ഇറക്കിയതാണ് ഇവിടെ കേസ്. ഇത് മുഖദ്ദമ ഏതാന്ന്? വലൗ ഷാ അല്ലാഹു. അതെന്തുള്ള അത് നമ്മൾ പറഞ്ഞ ആദ്യം പറഞ്ഞതിലേക്ക് എത്തി. അള്ളാഹുവിനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം അതിന് മുമ്പ് ശിർക്കില്ല. ഇല്ല ഞാൻ എന്തുണ്ടാ അള്ളാഹിനല്ലാതെ ആരാധിക്കണ്ട എന്ന് പറഞ്ഞിരുന്നല്ലോ. ശിർക്ക് വന്നപ്പോഴല്ലേ അതിനെ ഉലൂഹിയത്തിന് എത്തിച്ചേണ്ടേ ഉള്ളൂ. അതും ഒക്കും. അതാണ് അത് മുപ്പത് തെളിവാക്കിയത്. അങ്ങനെ വലൗഷ അതും ഒരു ന്യായമാണ്. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. അപ്പോൾ അത് രണ്ടും യോജിക്കുന്നുണ്ടല്ലോ. അതായത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലം വരെ ശിർക്ക്, യഹൂദ് യാവൂക്ക് നസ്ർ എന്നൊക്കെ പറഞ്ഞത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തല്ല തുടങ്ങിയത്. അപ്പോൾ തൗഹീദ് വിട്ട് കളിച്ച സമയം അതുമിടം വരെ ഇല്ല. അപ്പോൾ അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റ് ഇലാഹില്ല എന്ന് എടുത്തു വരേണ്ട ആവശ്യം ഇതില്ല. ബിഹാറിപ്പോൾ തൽക്കാലം ഉത്തരം കിട്ടിയല്ല. അങ്ങനെ ഓരോന്ന് കെണിയിൽ ചോദിച്ചാൽ നമുക്ക് പരതാൻ കഴിയുള്ളൂ. وقل رب أنزلني منزلا مباركا وأنت خير المنزلين إن في ذلك لآيات وإن كنا لمبتلين അപ്പം എന്തായി? ചുരുക്കത്തിൽ ഒറ്റ പാരഗ്രാഫിനെ ചുരുക്കി കപ്പലുണ്ടാക്കി കയറി അത് കപ്പലിറങ്ങി. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക. വളരെ ചുരുക്കി. വരാൻ പോകും. ഒരു തലമുറ കഴിഞ്ഞു. അല്ലേ? അപ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് റസൂലിനെ അയച്ച് ആ റസൂലിനെ പേരിപ്പം പറഞ്ഞില്ല. മറ്റേ നൂഹ് അലൈഹി സ്വലാം ഉലുൽ പേരെടുത്തു പറഞ്ഞു. അക്കൂട്ടത്തിൽ നിന്ന് ഒരു റസൂലും അയച്ചിട്ടുണ്ട്. ആരായിരിക്കും? നൂഹ് അലൈഹി സ്വലാം ആയിരിക്കുമോ? തർത്തീബ് വഹും ആദമു ഇദ്രീസ് നൂഹുൻ ഹൂദൻ വസാലിഹ്. ഹൂദല്ലേ? ശേഷമുള്ള സംഭവം കൊണ്ട് മനസ്സിലാക്കാൻ നോക്കണം. പേര് പറഞ്ഞിട്ടില്ല. وقال الملأ من
قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. നമ്മൾ ശ്വാസം മുട്ടിയിട്ട് അവിടെ വെക്കാന്നേ ഉള്ളൂ. ഇവിടെ ഹയാത്തിൽ തുഞ്ഞാലടാ മാഹാദേ മക്കൂലുള്ളൂ അല്ലേ? കാലാന്റെ മക്കൂല് വരുന്നേലുള്ളൂ. അത്ര നേരം കാലാന്റെ ഫായിലിന്റെ വസ്ഫ പറഞ്ഞത് അതെല്ലാം കാലൻ മലഉൽ മിൻ ഖൗമിഹി അത് അല്ലദീന കഫറു വകദ്ദബൂ ബിലിഖാഇൽ ആഖിറത്തി വഅത്റഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ. 3 വസ്ഫ പറഞ്ഞത്. ഒന്ന് കഫറു, രണ്ടാമത്തത് അതാണ് ആഖിറം കൊണ്ട് കളവാക്കി, മൂന്നാമത്തെ ദുനിയാവിൽ കുറച്ച് സൗഖ്യം ആഡംബരങ്ങളൊക്കെ കുറച്ച് പൈസയും പണമെല്ലാം കൊടുത്തിട്ടുണ്ട്. അതല്ലേ വത്രഫ്നാഹും ഹയാത്തി ദുനിയ. അവർ പറഞ്ഞ കാലന്റെ മഖൂൽ എവിടുന്ന് വരുന്നത്? മാഹാദ. അതാ നേരത്തെ പറഞ്ഞത് തന്നെ, മാഹാദ ഇല്ലാ ബശറും മിസ്ലുക്കും. അവർ രണ്ടാമത്തെ തലമുറയും പറഞ്ഞത് തന്നെ. പക്ഷേ ആ ബശരീയത്തിൻ്റെ നമ്മൾ പിടിച്ചെഞ്ചമുള്ളതെന്ന് ആദ്യം കാരണം കണ്ടില്ല. യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു വയശ്റബൂന മിമ്മാ തശ്റബൂൻ. നിങ്ങൾ തിന്നുന്ന സാധനങ്ങൾ ഓറ് തിന്നുന്നിട്ട് പൊറാട്ടയും പത്തിരിയും പുട്ടും എല്ലാം തിന്നും. കുടിക്കുന്ന എന്താ നല്ല ഹലാലായ പാനീയം വെച്ചൊക്കെ ചായയും കുടിക്കും, കാപ്പിയും കുടിക്കും, ഹലാലാക്കലും കൊണ്ടുപോകും. അപ്പം ബശരീയത്തിന് മിസ്ലിയത്ത് തെളിയിച്ചതിനെ കൊണ്ടാണ്. അപ്പം അവിടെ തെറ്റുപറ്റിയത് അമ്പിയാക്കൾക്ക് എന്ത് പറ്റും? ബശരിയായ ഔസാബിൻ്റെ മേലുള്ള ദീനിനെതിരെ വരാത്ത കാര്യങ്ങളൊക്കെ ജായിസാണെന്ന് അക്കീദയിൽ ഒരു ജായിസ് 9 അക്കീദ പഠിപ്പിക്കുന്നില്ലേ? സിദ്ഖ്, അമാനത്ത്, ഫത്താനത്ത്, തബ്ലീഗ് വാജിബാണെന്നും ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള 4 എണ്ണം വരാൻ പാടില്ല എന്നുണ്ടാക്കി 8 എണ്ണം പറയും. ഒന്ന് ജായിസ്. ആ ജായിസ് വരാമെന്ന് പറഞ്ഞു. ആ ജായിസ് ഇവരെ വെച്ചക്കാതിൽ വരാൻ പാടില്ല എന്നായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായി. ബശരീയായ ഹലാലായ കാര്യങ്ങളൊക്കെ ഉറവെക്കുന്നുണ്ടാകാന്ന് ജായിസാക്കിയില്ലേ? അപ്പൊ അക്കീദയിൽ 9 അക്കീദയിൽ നിന്ന് 1 പോയി. അത് ചില അങ്ങനെ ഉണ്ടാവും. ഇനി അമിതമായി വിശ്വസിച്ച് വെച്ചിട്ട് നമ്മ ഇങ്ങനെ കർണാടക സ്റ്റേറ്റിൽ വേല പറയാൻ പോയി ഓടിത്തളർന്ന് വയലെല്ലാം കഴിഞ്ഞ് ആടെ 11 മണിക്ക് വേല തുടങ്ങുള്ളൂ. കാരണം കോഴി പോകുമ്പോൾ നിർത്തണമെന്നാണ് അത്ര നിയമം. നേരത്തെ നിർന്നാലേ അതൊരൈബായി. എന്നാൽ ലേശം കിടക്കണം. ബാംഗ്ലൂരിൽ നിന്ന് വളർന്ന് ഉറങ്ങാനാ മാസമീന ബിഹാമായിരം പോലെ. അപ്പൊ ബാംഗ്ലൂരിൽ ബന്ധം മുലർക്കൊക്കെ ഉറങ്ങാൻ പാടില്ല എന്നാണ് റേറ്റക്കാതെ കഴിച്ചത്. ഒരു പ്രത്യേക കാണാം. പക്ഷെ മനസ്സിലായി. നമ്മ പോയി ഉറങ്ങുന്നത് നിങ്ങളും പോയി ഉറങ്ങുന്നത് എന്താ വ്യത്യാസം? അപ്പൊ ബശരിയായ ജവാദ പറഞ്ഞത്. അപ്പൊ എന്താവൂല? ഉലൂഹിയത്തിന്റെ ഔസാഫ് വരൂല. അത് വരൂലല്ലോ. മലായികത്തിന്റെ ഔസാഫും വരാൻ പാടില്ല. അല്ലാതെ മലായികത്തിന്റെ ഔസാഫ് ഏതാന്ന്? മറ്റേ ഉറങ്ങൂല, പിന്നെ മലമൂത്ര വിസർജനമില്ല, തിന്നലില്ല, കുടിക്കലില്ല, അതെല്ലാം പോയില്ലേ? അതോർക്ക് അവിടെ എല്ലാം ബശരിയായ ഔസാഫ്. അതോടൊപ്പം തന്നെ എന്ത് വേണം? ദീനിൽ അനുവദിക്കപ്പെട്ടതാകും. അനുവദിക്കപ്പെട്ടതിന് പുറമെ അവരെ ഉന്നതമായ സ്ഥാനത്തിനെതിരെ വരാനും പാടില്ല. അവിടെയല്ല കിടക്കുന്നത്. അതല്ലേ മുഖ്യ ലക്ഷ്യം. അപ്പൊ റസൂലിന്റെ പേര് കിട്ടുന്നുണ്ടാണ്. ഇതിന്റെ പേര് ഞാൻ വിട്ടത് എത്രാമത്തേലാണ്? ഹൂദ് അലൈഹി ഇസ്ലാമാന്ന് ആ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ കഴിക്കുന്നത് അപ്പൊ അത് കിട്ടിയല്ല. അപ്പൊ സാഹചര്യത്തിൽ നോക്കുമ്പോ ഹൂദും അല്ല, അത് മുമ്പ് കഴിഞ്ഞില്ലേ?
ഇത് നൂഹ് അലൈഹി സ്വലാമിൻ്റെ കാലവും കഴിഞ്ഞ് കപ്പലിൽ കയറി ജനങ്ങളും പോണ്ടെല്ലാം പോയിട്ട് കപ്പൽ ഇറങ്ങിയില്ലേ ഖുർറബ്ബി അൻസിലിന് എന്നിട്ടല്ലേ എന്താണ് സുമ്മ അൻഷയില. അപ്പോൾ ഈസ അലൈഹി സ്വലാമിൻ്റെ കാലം കഴിഞ്ഞ ഹൂദ് അവിടെ വ്യക്തമായി പറഞ്ഞു. അത് ഹൂദ് അലൈഹി സ്വലാമിൻ്റെ കൗമിനല്ല ആദ്യ വിഭാഗം കാറ്റടിച്ചത്. സമൂത് വേറെ വരും. അപ്പോൾ ഫർസൽന ഫീഹിം റസൂലൻ മിൻഹും, അതായത് ഹൂദ്. അപ്പോൾ ആശയം ഒന്ന്, അനിയബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. അതിൻ്റെ വ്യായിനി എന്നല്ല അപ്പുറമുള്ളത് എന്താ? ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. മറുപടി അങ്ങനെ തന്നെ. وَلَئِنْ أَطَعْتُمْ بَشَرًا مِثْلَكُمْ إِنَّكُمْ إِذًا لَخَاسِرُونَ. അതും അവരുടെ വാക്കിൽപ്പെട്ടതാണ്. أَيَعِدُكُمْ أَنَّكُمْ إِذَا مِتُّمْ وَكُنْتُمْ تُرَابًا وَعِظَامًا أَنَّكُمْ مُخْرَجُونَ. അതും അതിലെ വാക്യം. هيهات هيهات لما توعدون إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. അപ്പം നീണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. കാലാൻ്റെ മക്കോൽ അവിടെയല്ലേ തീർന്നത്? കാല മക്കോൽ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിയുന്നില്ല എന്നൊക്കെ ഞാൻ അവിടെ തന്നെ അപ്പം തന്നെ ആ പരിഭാഷ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യം എന്താ അവിടെ പറ്റിയാ തീർന്നത്. ഇനി കാലാരാന്ന് നബി قال رب انصرني بما كذبون. അതിനൊരാറ്റും കൂടി. قال عما قليل ليصبحن نادمين. قال عما قليل قال عما قليل ليصبحن نادمين. ആ കാലായിരിക്കും അള്ളാഹു പറഞ്ഞത്. അതാ കുറച്ച് കഴിയട്ടെ അവർ ഖേദിക്കേണ്ടി വരും, അപകടം ഇറങ്ങിയിട്ട്. അതാ فأخذتهم الصيحة بالحق فجعلناهم غثاء فبعدا للقوم الظالمين. അപ്പോൾ ഇവിടെ ശിക്ഷ പറഞ്ഞത് സൈഹത്ത് പിടിച്ചിരുന്നു. അപ്പോൾ ആദ്യ വിഭാഗമാണ് കാറ്റടിച്ച പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കാറ്റും സൈഹത്തും രണ്ടും ഒരുമിച്ച് കൊടുത്തതിന് പ്രശ്നമില്ലല്ലോ. അതെ. പിന്നെ സുമ്മാൻ ഷൈന, ഇനി ആ തലമുറ പോയി, രണ്ട് തലമുറ പോയി. ഇനി بعدهم قرونا آخرين ما تسبق من أمة أجلها وما يستأخرون. ഇനി എന്നെ മുർസലിങ്ങൾ വരുന്ന ആരോഗ്യം വരാൻ തുടങ്ങ് കത്തുന്നാലോമില്ല. أرسلنا رسلنا تترى كلما جاء أمة رسولها كذبوا. അപ്പോൾ ഒരാൾക്ക് പിറകെ ആയിക്കൊണ്ടെന്തായി മുർസലിങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ തലമുറ എന്താക്കി ഒറ്റ വാക്കിൽ വിളിച്ചു. നേരൊക്കെ അടുത്തേക്കാണ് പോകുന്നത്, മൂസ അലൈഹി ഇസ്ലാമിലേക്കാണ്. അപ്പോൾ അടയിലെല്ലാവരും പോയി. ഹൂദും സാലിഹും ലൂത്തും ഇബ്രാഹിം എല്ലാം പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഖുറൂനല്ലേ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് കർണന്ന. ഇവിടെ ഖുറൂനൻ എന്ന് പറയുമ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ട്.
9 മണിക്ക് 10 ആളെ ക്ലാസ്സിലുള്ളത് ഇന്നെന്തായാലും പരിഹാരത്തിൽ ബേറ്റമ്മക്ക് അയച്ച ആളെയും കൂടെ കാണുന്നില്ല. അപ്പം എന്താക്കണം, ഒരു മുട്ടിയും തകടല്ല എഴുതിയിട്ട് ഒരു ഒഴിഞ്ഞ് നീക്കി നടത്തണം. എന്താ ഇത് ചോറായിപ്പോയി നട്ടോ, സെഹറ കണ്ണറ ചൈത്തന്മാരെല്ലാം വന്നിട്ടുണ്ടാവില്ല, ഒരു ഓമ്പ ഇടണം. പിന്നെ ചിലർ ചായ കുടിക്കാനാവാൻ വരും, കാരണം 100 റുപ്യ ലാഭമല്ല. ലാഭത്തെ കത്തല് കഴിഞ്ഞല്ല. كلما جاء أمة رسولها كذبوا فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين إلى فرعون പിരിയൊന്നും വായിക്കണ്ട, ആ തർക്കേക്കാവണം. പക്ഷെ ഇപ്പൊ ആമൻ ഫാസിലും ജാഹിലും ആലിമിലെല്ലാം തിരി പിരിയെന്ന് വായിക്കാൻ. إلى فرعون وملئه فاستكبروا وكانوا قوما عالين فقالوا أنؤمن لبشرين مثلنا فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون. അപ്പൊ രണ്ടാളെ പറ്റിയും ബഷറൈനി മിസ്ലിന. അതൊക്കെ മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ ഒന്നിച്ചല്ലുള്ളത്. കാല എന്ന് പറഞ്ഞാൽ അളന്നു കൊടുക്കുന്ന അർത്ഥം ഉണ്ടാകില്ല. فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون. فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون فكذبوهما فكانوا من المهلكين ولقد آتينا موسى الكتاب لعلهم يهتدون. നമ്മളെന്താക്കി അയഹത്തൂനെ നമ്മ തീരാൻ വായിക്കാത്തോണ്ടാവും വേർന്നായിപ്പോന്നു. ആ നൂനമ്മ കയറിയിട്ട് ഇത് വിടാൻ പാടില്ല. അല്ലെങ്കിൽ എന്താക്കും, ശംഖ് വിളിച്ച മാതിരി ഈ അമ്പത്തിന് ശംഖ് വിളിക്കുമ്പോൾ എന്താക്കും, ഓ അത് എത്തുന്നതിന് മുമ്പ് എന്താ ഇങ്ങനെ വിടും. അങ്ങനെ തന്നെ വിളിക്കുന്ന ശൈലി. അപ്പം ജഹത്തൂ എന്ന നമ്മ വായിക്കാൻ വേണ്ടി എന്താക്കും, ബാ ഇങ്ങനെ ചുരുട്ടിയിട്ടുണ്ട്. ആ നൂനമ്മ കയറിയിട്ട് വിടാൻ പാടുള്ളൂ. അല്ലെ തുൽഖുലാം കുൻ ഫയഖാൻ. ولقد آتينا موسى الكتاب لعلهم يهتدون. അതിപ്പോൾ ശരിയില്ലേ? ആ നൂനമ്മൽ എത്തുന്നതിന് മുമ്പായിട്ട് എന്താക്കിയ ആ നമ്മിൻ്റെ അതങ്ങോട്ട് വിട്ടുകളഞ്ഞു. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. അപ്പോൾ ഇപ്പോൾ ഇടത്തേക്കത്തെ ഈസാ അലൈഹി ഇസ്ലാമിലേക്ക് എത്തിയത് രണ്ടാളാഴ്ചല്ലോ, മൂസ ഹാറൂന്. അപ്പോൾ കിതാബായിരിക്കും ഉള്ളത് മൂസ അലൈഹി ഇസ്ലാമിനാണ്. പക്ഷേ ഹാറൂൻ അലൈഹി ഇസ്ലാമിന് ബാധകം തന്നെ. ഇവിടെ എന്താക്കി ഇബനെ മറിയം ഈസാ അലൈഹി ഇസ്ലാം. ഇതാണ് ഇവരെ കനീസിൻ്റെ മുമ്പിൽ കാണാൻ ഒരു മലയും കുന്തലാക്കി വെച്ചിട്ട് അതിനുള്ള ഒരു മാളയിലാക്കി വെച്ചിട്ടുണ്ടില്ലേ. അതാണ് ജവാബൈനഹമില റബോത്തി ദാത്തി ഖറാറിൻ വമഈൻ എന്നും ഒരു എല്ലാം സങ്കല്പമല്ലേ, എല്ലാം തമാശയിലല്ലേ ഇന്നുള്ളൂ. എല്ലാം ഫോട്ടോസ്റ്റാറ്റേ പോണ്ട്, കാതലൊന്നും വേണ്ട. മഹാദിഹി തമാശയിലുള്ളത്തി എന്തും ലഹ ആക്കിപ്പോയി. പുള്ള തുറന്നാക്കിയ വെറും പൊള്ള.
അത് നമ്മളെ സംഘടനാപരമായി നോക്കിയാലും പൊള്ളന്നെയാണ്, പുള്ളിയൊക്കെ ഒന്നുമില്ല. പക്ഷെ തോടിന് കുറച്ച് ഉറപ്പുണ്ടെന്ന് മാത്രം. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. وإن هذه إن تلقنا ألف هجاء أكثر പഠിപ്പിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത്. അപ്പോൾ 55 നമ്പറിൽ വഖഫ് ഉണ്ടാവോ വിഷയം? ആയത്തും രണ്ട്, ആയത്തും വഖഫും രണ്ടും രണ്ട്. എന്തുകൊണ്ടാണ്? നുസാരി കൊണ്ട് ഇബ്തിദാ ചെയ്താൽ നുസാരി പോസിറ്റീവായിട്ട് മാറും. എന്താ ബഷീർ അത് പറയാത്തെ? നുസാരി കൊണ്ട് ഇബ്തിദാ ചെയ്താൽ പോസിറ്റീവായിട്ടാണ് മാറലുണ്ടാവില്ല. മറ്റേ ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല. ആ യഹ്സബൂനാക്ക് 2 മഫ്ഊലും ഉണ്ടേ. തിരിനാക്ക് തിരിച്ചിട്ട് തിരിയത്താക്കാൻ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാത്തിനും മലയാള പരിഭാഷ കൊണ്ടുവന്നാൽ ഇങ്ങനെ സ്ക്രൂഡ്രൈവർ സ്ക്രൂനും മലയാള പരിഭാഷ വരേണ്ടി വരും. അന്നെന്താ പറയും? ബിരിയാണി എന്നാണ്. ബിരിയാണിയെ തിരിക്കുന്ന സാധനം എന്ന് പറയേണ്ടി വരും. യഹ്സബൂന, യഹ്സബൂനക്ക് എത്ര മഫ്ഊൽ വേണോ? 2 വേണം. അപ്പം അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ, നാം അവർക്ക് എന്താക്കും? സമ്പത്തും മക്കളെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒന്ന്, ആ മാൻ്റെ ബയാനാണ് ബിഹി. പക്ഷേ അന്നമ ഇട്ടിട്ട് ചേർത്ത് എറിയുന്നേ ഉള്ളൂ. ഇന്നമ അന്നമാൻ്റെ വാക്യമല്ലത്. അന്ന എന്താക്കി? നൂനും മീമും കൂടെ എന്താക്കി? റസൂലുള്ളാഹിന്റെ കാനൂന് പ്രകാരം ചേർത്ത് എറിയാണ്. അതെ, ഇന്നമാ തുഅദൂന ലആത്ത്. ഇന്ന വേറെ മാ ഇസ്മാണ്. ഇവിടെയും അന്നൻ്റെ ഇസ്മാണ്. ഏത്? മാനുമിദ്ദുഹും. ഇന്നമാ അന്നമാ കാന്നമാ ഒറ്റ വാക്കുണ്ട്, അതല്ല ഇത്. ഇന്നമ ഹസദ്. അപ്പോൾ അവിടെ ഹസദാക്കുമ്പോൾ ഇന്ന ഒറ്റ കലിമത്താണല്ലോ. ഇന്ന വേറെയും അതിൻ്റെ മദ്ഹൂലായ മാ ഇസ്മും വേറെ വേറെ അല്ല. മൂസുല മൂസുലായിട്ട് വരുമ്പോഴത്താക്കും ബിഹി മിൻ മാലിൻ വബനീൻ. മാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. മക്കളിനാലും സമ്പത്തിനാലും നാം ഇംദാദ് ചെയ്യുന്ന ഒന്ന്. അയഹ്സബൂനാന്റെ ബാക്കി വരുന്നേ ഉള്ളൂ. നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, ഖൈറാത്തിലേക്ക് നാം അവർക്ക് ഇങ്ങനെ ചൊരിച്ചു കൊടുക്കുന്നു എന്ന് വിചാരിച്ചു പോയോ? വേണ്ട, ധാരണ വേണ്ടെന്നാ പറയും. അമ്പിയാക്കളെ കടവാക്കി ആക്കും. കോപവും പൈസയും പണവും ആരോഗ്യം എല്ലാം കിട്ടുന്നുണ്ട്. അത് അല്ലാഹു തആല ഗുണത്തിൽ അങ്ങനെ തന്നെ വിട്ടുകൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്നപ്പോൾ പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. വിചാരിക്കണ്ടെന്നല്ലേ പറയുന്നു. ഇൻകാരി അതാ ബല്ലാഷറുൻ. അവർക്ക് സംഗതി തിരിഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞത്. അപ്പം ബനീനാനോട് വഖഫുണ്ടാവില്ല. ഒഴിച്ചു നോക്കിയാൽ യഹ്സബൂന أيحسبون أنما نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون. يعني പുതിയൊരു വിഷയം. إن الذين هم من خشية ربهم مشفقون والذين هم
والذين هم بربهم لا يشركون والذين يؤتون ما آتوا والذين يؤتون ما آتوا والذين يؤتون ما آتوا وقلوبهم وجلة أنهم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها صابرون. അവിടെയല്ലേ എൻ്റെ ഖബർ വന്നത്. ഇന്നല്ലതീനെ തുടങ്ങി. ഒന്ന് മിൻ ഖശീയത്തി റബ്ബിഹിം മുശ്രിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അത് വഖുലൂബുഹും വജില എന്താ? ആത്തവിൻ്റെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഇപ്പം 4 വസ്ഫുണ്ട് ആ അല്ലദീനക്ക്. എന്നിട്ടോ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ഖബറടത്തേക്ക് എത്തി. ഞാൻ തുടങ്ങാം. بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك هم لها عاملون حتى إذا أخذنا مترفيهم بالعذاب إذا هم يتأرون لا تبخلوا اليوم إنكم منا لا تنصرون ഒരാറ്റും കൂടെ കൂട്ടും. قد كانت آياتي تتلى عليكم فكنتم ഒന്നും കൂടി. مستكبرين به سامرا تهجرون അൽഹംദുലില്ലാഹ് മുസ്തഖ്ബിലീന ഹാലല്ല. أفلم يدبروا القول أم جاءهم ما لم يأت آباءهم الأولين أم لم يعرفوا رسولهم فهم له منكرون أم يقولون به جنة بل جاءهم بالحق وأكثرهم للحق كارهون. ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم معرضون. أم تسألهم خرجا فخراج ربك خير وهو خير الرازقين وإنك لتدعوهم إلى صراط مستقيم وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون. ولو رحمنا അവൻ്റെ പത്ത് വായിക്കൂല. ലോ നല്ല ഓന്നുള്ള അറബി ഭാഷയിൽ തന്നെ അങ്ങനത്തെ ഒരു ഹറക്കത്തില്ല. ഇതിൻ്റെ ഖുർആനിൽ ഉണ്ടാകാൻ ഓകാരം
ഈ ഒട്ടകത്തിൻ്റെ ഓണ്ടല്ല, അറബി ഭാഷയിലെങ്കിലും ഉണ്ടാവും. ഓ ഓ ولو رحمناهم وكشفنا ما بهم من ضر للجوا ولو رحمناهم وكشفنا ما بهم من ضر للجوا അവിടെ ലാമിനെന്തിനാ മണിക്കുന്നത്? മണിയുള്ള സാധനം തന്നെ ലാമിന് മുമ്പിലെത്തിയാൽ നഷ്ടപ്പെടലാണ്. ولو رحمناهم وكشفنا ما بهم من ضر للجوا فيه ലജ്ജാവുന്നില്ലല്ലോ. ولو رحمناهم وكشفنا ما بهم من ضر للجوا في طغيانهم يعمهون ولقد أخذناهم بالعذاب فما استكانوا لربهم وما يتضرعون حتى إذا فتحنا عليهم بابا ذا عذاب شديد إذا هم فيه مبلسون وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون وهو الذي ذرأكم في الأرض وإليه تحشرون وهو الذي يحيي ويميت وله اختلاف الليل والنهار أفلا تعقلون بل قالوا مثل ما قال الأولون قالوا أإذا متنا وكنا ترابا وعظاما قالوا أإذا متنا وكنا ترابا وعظاما قالوا أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون لقد وعدنا نحن وآباؤنا هذا من قبل إن هذا إلا أساطير الأولين അമ്മ ആ തോക്കപ്പിച്ച് എന്താക്കി സീനെ ഇത്തുബാക്കാക്കി. അല്ല തോക്കന്നെ ഇത്തുബാക്ക് പേരിനെ ഉണ്ടാവും. അതുകൊണ്ട് കസുറ് മാത്രമല്ല, നീട്ടപ്പെട്ട കസുറായി പോയി. അപ്പം ഇത്തുബാക്ക് ആ നാമമാത്രമായിട്ടുണ്ടാവും. لقد وعدنا نحن وآباؤنا هذا من قبل إن هذا إلا أساطير الأولين قل لمن الأرض ومن فيها إن كنتم تعلمون سيقولون لله ഇല്ലാണ്ട് ഹാ പറയണോ, അല്ലെങ്കിൽ കെൽമത്തില്ല. سيقولون لله قل أفلا കുൽ അല്ലെങ്കിൽ കുൽ എന്ന് പറഞ്ഞാൽ തിന്നോന്ന് അർത്ഥം കിട്ടില്ലേ. قل أفلا تذكرون قل لمن الأرض ومن فيها إن كنتم تعلمون سيقولون لله قل أفلا تذكرون قل من رب السماوات السبع ورب العرش العظيم سيقولون لله قل أفلا تتقون നമ്മുടെ ജവാബ് മുതാബിക്കാകുന്നുണ്ടോ? ആകണമല്ലോ. വയസ്സ് ചിന്തിച്ചു നോക്കിയാൽ എന്താണ് പക്ഷേ നോക്കുക. ലിമനിൽ അറുതു അമം ഫീഹ, ഇതിൻ്റെ ചോദ്യം ഉത്തരം എന്താണ്? സയഖൂലൂന ഇല്ല അല്ലേ?
അടുത്ത ചോദ്യം ഏതാണ്? ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അളീം സയഖൂലൂന ലില്ലാഹി എന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ ചോദ്യോത്തരം തമ്മിൽ മുത്താവാക്കത്തുണ്ടോ? പടം ധരിക്കും തേവേലി അതിന് അപ്പുറത്ത് നോക്ക്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ്. ഒന്ന് പരുത് അവിടെ മറ്റൊക്കെ എന്തെങ്കിലും നിഷ്കാൽ മനസ്സിലായ ബഷീറാസം വരുന്നതാണെങ്കിലും അത് ചോദ്യം മണ്ണ് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയുന്നേ. ഏഴ് ആകാശങ്ങളുടെയും അലീമായ അർശിൻ്റെയും റബ്ബ് ആര് എന്ന ചോദ്യത്തിന് ഇല്ലാഹി എന്ന ഉത്തരം പറഞ്ഞത്. ആടാ നീയും തന്നെയല്ലേ ചോദ്യം തന്നെയാണ്. അല്ല സീനിന് പിന്നീട് നിന്ന് അർത്ഥം പണ്ടല്ല തെർക്കിത് പോകാല്ല. പക്ഷെ അവിടെ സയക്കൂല സീനിൻ്റെ അവിടെ എല്ലാം നമ്മൾ ഇഷ്കാലിൻ്റെ മഹല്ലാദ്യം മനസ്സിലാക്കണം. അത് കഞ്ഞിമലി ഇല്ല എന്ന് പറഞ്ഞാൽ റബീൽ അവല് 12 നല്ല ദിവസത്തിൽ നിന്ന് ഉത്തരം പറഞ്ഞാൽ എന്താക്കി അദ്ദേഹത്തിന് അപ്പുറത്തെ പകരം ഞാങ്ങിയെന്ന് ഉത്തരം ഇല്ല. കഞ്ഞിമൂലൊക്കെ പോലീസ് അങ്ങനെ മൂലയില്ല ഒരു പോലീസ് ഇല്ല എന്ന് പറയുമ്പോൾ റബീൽ അവല് 12 നല്ല പോലീസുള്ള ദിവസമല്ലേ. അതിവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ലല്ലോ ഇനി. അടുത്ത പതിന് അപ്പൊ അവിടെ 3 ലില്ലാഹി ഉണ്ട്. എവിടെല്ലോ? ഒന്ന് ലിമനിൽ അർദു വമൻ ഫീഹ, 2 ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്ഇ, പിന്നീട് ഖുൽ മൻ ബിയദിഹി മലകൂതു 3 അതിൽ അവസാനത്തെ 2 ആദ്യത്തെ അല്ല. അപ്പം നമുക്ക് നടുവിലുള്ളതിനാണ് പിഷ്കാൽ അതെ. അവിടെ മഞ്ഞിന്റെ ചോദ്യത്തിലുണ്ട് അത് ഇഷ്കാലി. അവിടെ ലില്ലാഹി തന്നെ ഒടിയെന്ന് പറഞ്ഞു. ولا خلاف في الأول أنه لله لأنه جواب لي لمن الأرض. അപ്പം നമ്മൾ ഇഷ്കാൽ ഒരെണ്ണെടുത്ത് പറഞ്ഞല്ലോ. فلما تقدمت اللام في لمن رجعت في الجواب. ولا خلاف أنه مكتوب في جميع المصاحف بغير ألف. وأما من قرأ سيقولون الله فلأن السؤال بغير لام فجاء الجواب على لفظه. وجاء في الأول لله لما كان السؤال باللام. وأما من قرأ لله باللام في الأخيرين وليس في السؤال لام فلأن معنى قل من رب السماوات السبع ورب العرش العظيم قل لمن السماوات السبع ورب العرش العظيم. അപ്പോൾ ലാം കൊണ്ട് ചോദിച്ച സ്ഥാനത്താണ്. فكان الجواب لله. إذا قدرت اللام في السؤال سؤال لام ثاني. അപ്പോൾ രണ്ടാമത്തേലോ നടുക്കുള്ളതിൽ മുസഹഫിൽ അള്ളാഹു അലിഫില്ല എന്നല്ലേ പറയുന്നത്. സാനത്തിന് എന്താ ഇല്ലത്ത് പറഞ്ഞു? എല്ലാ ഖുൽ മർ റബ്ബുസ് സമാവാത്തിനടല്ലേ നമ്മൾ ഹദീസ്കാൽ ചോദിച്ചത്. അപ്പോൾ ചോദ്യത്തിന് തൗവീൽ കൊടുക്കണം, ഉത്തരത്തിൽ ഒപ്പിച്ചിട്ട്.
ഇത് എത്രാമത്തെ സൂറത്താണ്? ഇത് പേജ് അല്ല, അതിൽ പേജ് ഇത് പറഞ്ഞാൽ നോക്കൂല. യൂസഫ് കഴിഞ്ഞാ? ഒരു അടയാളം വെച്ചിട്ടുണ്ട്, അതിനെ പോയി. ആഹാ, അമ്പിയ 100 കഴിഞ്ഞിട്ടില്ലല്ല? 100 വരുന്നുണ്ട്. قرأ العامة لله ومثله ما بعده فجعلوا الجواب على المعنى كقول القائل للرجل من مولاك فيقول لفلان أي أنا لفلان وهو مولاي. وقرأ أهل البصرة فيهما الله وكذلك في مصحف أهل البصرة. അപ്പോൾ അവിടെ പിന്നെ ഇഷ്കാലേ ഇല്ലല്ലോ. ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല. സ്വാലും ജവാബും ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഇനി മുസൽസലായിട്ട് ചോദിക്കുക, സൂറത്തങ്ങ് തീരട്ടുന്നു കുറച്ചല്ലോ. അപ്പോൾ ഇപ്പം വായിച്ച ഇബാദത്ത് എന്തിൻ്റെ തഫ്സീറാ? ഖുർത്തുബിയാ? سيقولون لله قل فأنا تسحرون بل أتيناهم بالحق وإنهم لكاذبون. അതിൻ്റെ ശബ്ദമൊന്നും വരുന്നില്ല. بل أتيناهم بالحق بل أتيناهم بالحق ഒന്നാം മാറ്റം കേട്ടെ, താല്പര്യമെടുത്ത് നോക്കാം. ഒന്നും കൂടി. ما اتخذ الله من ولد وما كان معه من إله إذا لذهب كل إله بما خلق ولعلى بعضهم على بعض سبحان الله عما يصفون. على جبنا فلا അങ്ങനെ മതി. അത് തെരഞ്ഞെടുപ്പ് എഴുതുമ്പോൾ യാതൊരു ഫീലെത്തുമ്പോൾ അലിഫുണ്ട്. വാവിയ ഫീലെല്ലാം അലിഫിട്ടല്ലോ. പദാ യബുദു ദആ യദ്ഉ അലാ യഅലു സമാ യസ്മു. عالم الغيب والشهادة فتعالى عما يشركون. قل رب إما
إما تريني ما توعدون ഇന്നെന്താ ഇപ്പൊ വെച്ചിപ്പോയത്? قل رب إما ഏതൊക്കെ തങ്ങളോട് ചോദിച്ചു നോക്കുക, കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കട്ടെ ഇവിടെ എന്താ ബാധിച്ചത്. ആടെ ജുവാദൂൻ്റെ അവിടെ ആ വെപ്പുണ്ടാവുക قل رب അല്ല. അത് ചിന്തിക്ക് 99 ഒക്കെ പോയി വരുമോ രാമരെ? പക്ഷേ അത് വരുമോ? അങ്ങ് ഉറങ്ങി. ഖുർറബ്ബി ഇമ്മാ തുരിയന്നി മാ യുഅദൂന 90 മുതൽ അവിടെ വഖഫ് മഹല്ലാണോ എന്നാ ചോദ്യം. എല്ലാം പോയില്ലേ? ഏത് ഇമ്മാൻ്റെ ജവാബ് ഇവിടെ? അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന അദാബ് നീ എനിക്ക് കാണിക്കുകയാണെങ്കിൽ എന്നുള്ള ചോദ്യം. അങ്ങനെ പറയും. قل رب إما تريني ما يوعدون رب فلا تجعلني في القوم الظالمين. അവരോട് അദാബ് വരും എന്ന് പറഞ്ഞത് എനിക്ക് കാണിക്കുകയാണെങ്കിൽ ആ അദാബ് ചെയ്യപ്പെടുന്ന ലാലിമീകളെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ എന്നാ പറയുന്നു. അവിടെ അല്ലേ ഫലാ തജഅൽനി ഫാ വന്നത്. എന്ന് പറയുന്നതാ കാണിച്ചാൽ കഴിവുണ്ടെന്ന് പറഞ്ഞു. وَإِنَّا عَلَىٰ أَن نُّرِيَكَ مَا نَعِدُهُمْ لَقَادِرُونَ ادْفَعْ بِالَّتِي هِيَ أَحْسَنُ السَّيِّئَةَ نَحْنُ أَعْلَمُ بِمَا يَصِفُونَ. അപ്പോൾ ഇദ്ഫഅ അഹ്സന സയ്യിഅത അല്ല, ഇദ്ഫഅന്റെ മഫ്ഊലാണ് ഏതാ? സയ്യിഅ. ഇദ്ഫഅ ബില്ലത്തി ഹി അഹ്സനു السيئة. وقل رب أعوذ بك من همزات الشياطين وأعوذ بك ربك أن എന്തല്ലേ ഒന്നുപ്പാ ഇന്നെന്തത്തെ ദിവസം ഇന്നെന്താന്ന് വെറ്റിപ്പോയി പറഞ്ഞു. ഞാൻ പറയാം ഇങ്ങനെ രണ്ടാളും കൂടെ ഓതിങ്ങ് തീർത്തിട്ടത് ഞാൻ അവരെ ബഹിഷ്കരിക്കലുണ്ട്, വേറെ രക്ഷയില്ല. ഇത് ഞാൻ വട്ടാ കേൾക്കുന്നുണ്ട്. قل رب إما تريني ما يوعدون رب فلا تجعلني في القوم الظالمين وإنا على أن نريك ما نعدهم لقادرون ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون حتى إذا جاء أحدهم الموت قال رب ارجعون. ആറാക്കെന്താ കൊണ്ട് എന്തുകൊണ്ട് തൊട്ടുമുമ്പ് കസറൊന്നുമില്ലേ? ആ അങ്ങനെ മതി. لعلي أعمل صالحا فيها تركت لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون.
فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون نجيب فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون ألم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا أنهم هم الفائزون قال كم لبثتم في الأرض عدد سنين قالوا لبثنا يوما أو بعض يوم فاسأل العادين قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش العظيم ഇപ്പം പഠിച്ചു നോക്കേണ്ട ആയത്തിൽ പെട്ടാന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ വെബിൽ ലത്തീഫിൽ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ فتعالى എന്നുള്ളത് തആല മാദിയ ഫീല് അല നേരത്തെ പറഞ്ഞ തആല അങ്ങനെ തന്നെ അല്ലേ ഞാൻ കണ്ടിട്ടുണ്ടല്ലേ തൊണ്ണൂറ്റൊന്നാമത്തെ ആയത്തിലെ അല എവിടെയെന്ന് പറഞ്ഞാൽ 91-ാമത്തെ ആയത്ത് മല അല മാദിയ ഫീല് അല യഅലു തആലാന്റെ മാദിയ അങ്ങനെയല്ലല്ലോ തആല യതആല എന്നുണ്ടായാലേ താലിയൻ ഫഹുവ മുതആലി ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون وقل رب اغفر وارحم وأنت خير الراحمين അലിഫിട്ടതിൻ്റെ കാലം മുതാലിയ ഫീലിൽ വാവ് വരികയാണെങ്കിൽ മാദിയിൽ അലിഫിട്ട് എഴുതണം ദഅ മുതാലിയിൽ എന്താ യദുഉ അപ്പോൾ ദഅ അലിഫിടുക ദന യദുനു പിന്നെ സമ യസ്മു
അതേസമയം ജറ എന്നുള്ളത് എജിരി എന്ന് മുതാരി യാഗ വരുന്നത് അപ്പോൾ യാഗിട്ട് എടുക്കണം. ജറ എജിരി റമ യർമി അവിടെ അലിപ്പിടൂല. വസ്തു ബദ അമീൻ തൽ അക്കി അതാണ് എങ്ങനെ എഴുതണം? അലിപ്പിടണം. താല അങ്ങനെയല്ലല്ലോ. മുതാരിയ ഫീലിൽ യതആലൂന്ന് വരൂലല്ലോ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അത് ഓതിലും പഠിക്കും 2 നേരം ഓതലും സുന്നത്താക്കപ്പെട്ട ഔറാദിൽപ്പെട്ടതല്ലോ.